ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MySQL എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഷോ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട്. എനിക്ക് മൊബൈൽ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, MySQL നമുക്ക് ഓരോ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കീവേഡുകളുണ്ട്. ആ കീവേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. സോ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം ആ ഡാറ്റാബേസിന്റെ നെയിം എന്താണോ ആ നെയിം ഞാൻ മെൻഷൻ ചെയ്യാം. മൊബൈൽ എന്ന് പറയുന്ന നെയിമാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു കോഡിന്റെ സെല്ല് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം റൺ ചെയ്യുക. ഇപ്പൊ എനിക്കിവിടെ ഒരു ഡാറ്റാബേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ചാർജർ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഞാൻ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം ആ ഡാറ്റാബേസിന്റെ നെയിം മെൻഷൻ ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു, റൺ ചെയ്യും. അപ്പൊ എനിക്കിവിടെ ചാർജർ എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഓർഡർ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു ഡാറ്റാബേസിന്റെ നെയിം മെൻഷൻ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഗ്രീൻ അല്ല വന്നിരിക്കുന്നത്, ഒരു റെഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റീസൺ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്. ഓക്കെ, അത് റൺ ചെയ്യാനത്. അപ്പൊ ഞാനത് മാറ്റിയിട്ട് നമുക്കിപ്പോ ഇലക്ട്രോണിക്സിന്റെ കൊടുക്കും. അപ്പൊ ഞാൻ ഷോർട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്കൊരു ഡാറ്റാബേസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോപ്പ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. അപ്പൊ ഡ്രോപ്പ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, അവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിതിൽ ഏത് ഡാറ്റാബേസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ചാർജർ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചാർജർ നെയിം ഞാൻ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൺ ചെയ്യും. കണ്ടോ, ഈ ഒരു ഡാറ്റാബേസ് എനിക്ക് ഇവിടെ എന്തായി, ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ഇപ്പോ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. മൊബൈൽ നെയിം കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ ഫസ്റ്റ് ഒരു മൊബൈൽ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് വന്നിട്ട് നമ്മൾ ചാർജർ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ചാർജർ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസിന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു, അതായത് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം മൊബൈൽ എന്ന് പറയുന്ന ഡാറ്റാബേസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡാറ്റാബേസുകൾ നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോ ഡാറ്റാബേസസ് എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് കൊടുക്കാം, റൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഡാറ്റാബേസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാബേസുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ മൊബൈൽ എന്ന് പറയുന്ന ഡാറ്റാബേസ് എവിടെയാണ് നമുക്ക് നോക്കാം. അതിവിടെ കാണാനില്ല. എന്തുകൊണ്ടാ, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ ചാർജർ എന്ന് പറയുന്ന ഡാറ്റാബേസ് നോക്കാം. ചാർജർ എന്ന് പറയുന്ന ഡാറ്റാബേസ് ഇവിടെ ഇല്ല. കാരണം എന്തുകൊണ്ടാ, അതും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിലവിലുള്ളത് ഇലക്ട്രോണിക്സ് ആണ്. ഈ ഒരു ഡാറ്റാബേസ് നമുക്ക് നോക്കാം, ഇത് രണ്ടോന്ന്. കണ്ടോ, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഡാറ്റാബേസ് അവിടെ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, വാല്യൂസിനെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്